എല്ലാത്തിലും മൂല്യച്യുതി സംഭവിച്ചു, സിനിമയിൽ സംഭവിച്ചു. സിനിമ മുഴുവൻ ഇപ്പോൾ അയാളുടെ കാൽക്കീഴിലേക്ക് അയാൾ കൊണ്ടുവരുന്നു ബുദ്ധിപൂർവ്വം. വളരെ മോശമായ കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത്. മലയാള സിനിമയിലെ ക്യാൻസറാണ് ബാദുഷാ. ബാദുഷാ എൻ്റെ ഒരു അനിയനെ പോലെ എന്നെ വലിയ ഇഷ്ടമാണ്, ദിനേശ് ചേട്ടാ എന്നൊക്കെ വിളിച്ചിരുന്ന ആളാണ്. പക്ഷേ സിനിമ മുഴുവൻ ഇപ്പോൾ അയാളുടെ കാൽക്കീഴിലേക്ക് അയാൾ കൊണ്ടുവരുന്നു ബുദ്ധിപൂർവ്വം. അയാൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ, ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ചെയർമാനാണ്. പക്ഷേ അപ്പോൾ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരാൾ ഒരു സമയത്ത് ഒരു സിനിമയെ വർക്ക് ചെയ്യാവൂ. ആ നാട്ടിലാണ് ബാദുഷാ 15-20 പടം വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ എല്ലാ പടത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാവും. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളിന് എത്ര പടം എടുക്കാമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നിട്ട് അയാളുടേതായ ഒരു റാക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവരെ ഓരോ പടത്തിനായിട്ട് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് എല്ലാ സിനിമയും അയാളുടെ കയ്യിൽ, മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റിനെയും, പൃഥ്വിരാജിനെയൊക്കെ പോലുള്ള നട്ടലുള്ള ചില ആർട്ടിസ്റ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഡേറ്റ് അയാളുടെ കയ്യിലാണ്. നമ്മളിപ്പോൾ ഒരു നടനെ ഒരു ഡേറ്റിന് ഉണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചാൽ പറയും നിങ്ങൾ ബാദുഷയെ വിളിക്കും. അത് ഗുണം ഉണ്ടാവില്ല, മലയാള സിനിമയ്ക്ക് ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും അടുത്ത സമയത്ത് അത് അസ്തമിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ബാദുഷയുടെ അപ്പൂപ്പന്മാരെ പോലെയുള്ളവന്മാർ മലയാള സിനിമയിൽ ഇതുപോലെ നിന്ന് വൃത്തികേടുകൾ കാണിച്ച് എങ്ങും എത്താതെ പോയിട്ടുണ്ട്. ഏറ്റവും അടുത്ത സമയത്ത് ബാദുഷ അങ്ങനെ ആവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മലയാള സിനിമയുടെ നന്മയ്ക്ക് ബാദുഷയെ പോലുള്ളവർ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാം കാൽക്കീഴിൽ ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിൽ കൊണ്ട് നിർത്തിയിട്ട് അയാൾ പറയുന്ന ആർട്ടിസ്റ്റിന് 75 ലക്ഷം ഉണ്ടെങ്കിൽ 1 കോടി വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ എപ്പിസോഡിൽ എൻ്റെ ചാനലിൽ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല എങ്കിലും എന്താ പറയുക, ഒരു നടന് 60 ലക്ഷം രൂപയാണ് ശമ്പളമെങ്കിൽ അവൻ്റെ 1 കോടി രൂപ വാങ്ങിച്ചിട്ട് 40 രൂപ എടുക്കും, 60 ആയാൽ കൊടുക്കും. ഇങ്ങനെ ബാദുഷ എന്ന് പറയുന്ന ഒരാൾ വളരുന്നതിലൊന്നും കുഴപ്പമില്ല. കാരണം അയാൾ വളരെ താഴേക്കിടയിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ മാനേജറിൽ നിന്ന് വളർന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ അയാളുടെ കാൽ കീഴിലാണ് മലയാള സിനിമ. നടന്മാരൊക്കെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ മലയാള സിനിമയെ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരും ബാദുഷ ചേട്ടാ, ബാദുഷ സാറേ. പിന്നെ ഇപ്പോൾ ഡോക്ടറേറ്റ് കൊടുത്തു, എവിടുന്ന പൈസ കൊടുത്തു. എവിടെയോ തമിഴ്നാട്ടിലെവിടെ ചെന്ന് 25,000-30,000 എടുത്ത് ഏത് ഓച്ചനും പള്ളിക്കെടുത്ത് വീട്ടില്ലെങ്കിലും ഇത് കിട്ടും, ഏത് ഡോക്ടറേറ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി ഇങ്ങനെ മലയാള സിനിമയിലെ എല്ലാമായി നിൽക്കുകയാണ്. ഏറ്റവും അടുത്ത സമയത്ത് അത് നശിക്കും, ആ പ്രഭാവമൊക്കെ നഷ്ടപ്പെടും. കാരണം മലയാള സിനിമയിലെ എന്താ പറയുക, പ്രൊഡ്യൂസർക്ക് വേണ്ടി എന്നും ബാധിച്ച് കൂടെ നിന്നിരുന്ന ആളായിരുന്നു KR ഷൺമുഖം. ഒരു നടനെയും വകവയ്ക്കില്ലായിരുന്നു. കാറ് കൊണ്ട് നിർത്തിയിട്ട് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറ് കൊണ്ട് നിർത്തിയിട്ട് ഡോറ് തുറന്നാൽ മതി, മമ്മൂട്ടി മേക്കപ്പ് പോലും മായ്ക്കാതെ ആ കാർ കയറി പോകരുത്. അത്ര പേടിയുള്ള ഷൺമുഖണ്ണനെ പോലും ഒതുക്കിയ നാടാണ്. കാരണം ഇവരുടെ ഒന്നും പ്രമാദത്വം നടക്കാത്തത്. അതുകൊണ്ട് തന്നെ ബാദുഷയും ഏറ്റവും അടുത്ത സമയത്ത് ബാദുഷയും മലയാള സിനിമയിൽ നിന്ന് ആ പ്രഭാവം കെട്ടടങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒരു ആരോഗ്യകരമായ ഒരാളല്ല ഇപ്പോൾ ബാദുഷ. പ്രസൻറ്റ് ടൈമിൽ ബാദുഷ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ വീണ്ടും പറയുന്നു, മലയാള സിനിമയ്ക്ക് ബാധിച്ച ഒരു ക്യാൻസറാണ്. 10-75 വയസ്സായ ഒരു കിളവൻ, ആകെ മുകേഷിനെ വെച്ച് ഒരു ഉണക്കപ്പടം സംവിധാനം ചെയ്തിട്ടുള്ള അമേരിക്കയിലുള്ള അച്ചായ എന്നൊക്കെ വിളിച്ച് മലയാള സിനിമാക്കാർ നടക്കണ കണ്ടാൽ മാമാ പണിയാണ് അയാൾക്ക് ജോലി. കാരണം ഇവിടുന്ന് സ്റ്റേജ് ഷോയ്ക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് നടികളെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ ടേംസ് ആൻഡ് കണ്ടീഷൻ വയ്ക്കും, ഇത്ര പേരുടെ കിടക്കണം എന്ന് പറഞ്ഞാണ് ഇയാൾ കൊണ്ടുപോകണം. അങ്ങനെ അമേരിക്കയിൽ മാമാ പണി ചെയ്യുന്നവൻ കണിച്ചുകുളങ്ങരി വന്നൊരു ഇപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഷക്കീലേക്ക് വെച്ച് സിനിമകളുടെ ക്യാമറാമാനായിട്ട് നടക്കുകയും പിന്നെ സംവിധായകനുമായ തിരുവനന്തപുരത്തുകാരനായ ഒരു നാറിയാണ് സംവിധായകൻ. 15-16 വയസ്സുള്ള പിള്ളേരെ അടക്കം 10-100 പിള്ളേരെ കൊണ്ടുവന്ന് പോയിക്കായിരുന്നു മാതിരി. ഞാൻ അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തു. ആ സിനിമയിൽ വർക്ക് ചെയ്ത ഒരാൾ സംസ്ഥാന ADGP അജിത് കുമാറിന് പരാതി കൊടുത്തിട്ട് പോയി. ആലോചിച്ചൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്നിടയിൽ അവ അമേരിക്കയ്ക്ക് മുങ്ങി. ഇതാണ് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായ കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത്. കാരണം OTT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ആർക്കും എന്തും ചെയ്യാം, സെൻസറിങ് ഇല്ല. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പാൽപ്പായസം എന്ന് പറഞ്ഞൊക്കെ ചെയ്ത ഒരു പെണ്ണുണ്ട്, ഒരു കൂതറ പെണ്ണ്. അവൾ മാസത്തിലൊരു ബ്ലൂ ഫിലിം ചെയ്ത് OTTയിൽ റിലീസ് ചെയ്യാണ്. 1 കോടി 2 കോടി കാണുന്ന അവളുടെ ലാഭം. ഞാൻ നോക്കുമ്പോൾ അവൾ പുതിയ പാൽപ്പായസം എടുക്കാനായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ദൈവത്തിന് ഇങ്ങനെ ഒഴിയണം. എന്താ, അതായത് ഞാൻ തുണി ഇല്ലാതെ എടുക്കുന്നതിന് 1 കോടി കിട്ടണേ ഭഗവാന്, ദൈവത്തിനെയൊക്കെ ഇങ്ങനെ വഞ്ചിക്കാം. ആലോചിച്ച് നോക്കി. ഇവിടെ ആരും അന്വേഷിക്കുന്നില്ല. കാരണം നിയമപരമായി സെൻസർ ചെയ്യാത്ത ഒരു ഷൂട്ടിംഗ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കില്ല. പക്ഷേ പോലീസിന് ചെയ്യാം. തുണിയും മണിയും ഇല്ലാതെയൊക്കെ റൂമിനകത്തിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ചെന്ന് തൂക്കിയെടുത്ത് 2 പടത്തിൻ്റെ സെറ്റിൽ നിന്ന് എടുത്ത് ഈ പാൽപ്പായസം പോലുള്ളവളെയൊക്കെ പിടിച്ച് അകത്തിട്ടാൽ മതി. പക്ഷേ അവളെ ആരും തൊടില്ല. കാരണം പോലീസിൽ പോലും അവൾക്ക് നല്ല പിടിയുണ്ടെന്ന് പറയുന്നു, രാഷ്ട്രീയത്തിൽ പിടിയുണ്ടെന്ന് പറയുന്നു. പരസ്യമായിട്ട് ബ്ലൂ ഫിലിം എടുത്ത് OTT സിനിമ എന്ന് പറഞ്ഞ്, ഒന്നാമത് നമ്മൾ ഇപ്പോൾ പായസം കുടിക്കാൻ എനിക്ക് തോന്നില്ല. കാരണം ഈ പാൽപ്പായസം എന്നുള്ള പേരൊക്കെ കേട്ട് ഇങ്ങനത്തെ കമ്പി പടങ്ങൾ എടുക്കുന്നതിനും പാൽപ്പായസം ഒന്നായിടണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഷാഡോ പോലീസിനെ എന്നല്ല, ചില സെറ്റുകളിൽ
അതുപോലെ OTTക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഏതെങ്കിലും വീടുകളിൽ ലൈറ്റപ്പ് ചെയ്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് പോലീസ് കയറി പിടിക്കണമെന്നേ. കാരണം സെൻസറിങ് ഇല്ലാത്തതുകൊണ്ട് എന്ത് അനാവശ്യവും ഷൂട്ട് ചെയ്യാവുന്നൊരവസ്ഥ. ബ്ലൂ ഫിലിം ഷൂട്ട് ചെയ്യാണ് പരസ്യമാറ്റി കേരളത്തിൽ. തമിഴന്മാർ വരെ ഇവിടെ വന്നാണ് ചെയ്യുന്നത്. കാരണം അവിടെ ചെയ്താൽ സ്റ്റാലിൻ കൂമ്പിലിട്ട് ഇടിച്ചു കൊടുക്കും. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ കേരളത്തിലാണ്. ഈ ആലപ്പുഴയിൽ നടന്ന ഷൂട്ടിങ്ങിനും ക്യാമറ ക്രൂ അടക്കം ക്യാമറാമാൻ അടക്കം എല്ലാം മദ്രാസിൽ നിന്ന് വന്ന തമിഴന്മാരാണ്. ഞാൻ അതിൻ്റെ ഓഡിയോ എൻ്റെ ചാനലിലിട്ടിരുന്നു. ഒരുത്തൻ നടിയെ തിരഞ്ഞെടുക്കുന്ന രീതി തമിഴൻ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതാ പൊണ്ണുക്ക് പോക്കിള് പാക്കണം, ചെസ്റ്റ് എത്ര ഇറുക്കെന്ന് പാക്കണം, സിനിമ എടുക്കാനാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഇവിടെ ആരും അന്വേഷിക്കുന്നില്ല എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര നിരാശയുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഡോ പോലീസ് എന്നല്ല, കേരളത്തിലെ പോലീസ് കർക്കശമായി ചിത്രീകരണം നടക്കേണ്ട ചില സ്ഥലങ്ങളിൽ കയറി റെയ്ഡ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിലും മൂല്യച്യുതി സംഭവിച്ചു, സിനിമയിൽ സംഭവിച്ചു. സിനിമയിൽ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്കും തന്തയും തള്ളയും സഹോദരിയും അളിയനും ഒന്നും വേണ്ട. തന്തയില്ലാത്ത പടങ്ങളായി ഇപ്പോൾ എടുക്കണമല്ല. ഈ എവിടെന്നെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഞ്ചാവ് വലിച്ചും തന്തയടിച്ചും തള്ളയടിച്ചും ലഹരികൾ ഉപയോഗിച്ചൊക്കെ നടക്കുന്ന കൂതറ പടങ്ങളായി. താൽക്കാലിക പ്രതിഭാസം പോലെ അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ ഗൾഫിൽ നിന്നോ ഇപ്പം പറയുന്ന കള്ള വാക്കുകളൊക്കെ കേട്ട് വന്ന് ചേട്ടൻ വാ ചേട്ടാ നായിക അടക്കം എല്ലാവരും ഞാൻ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് വന്ന് ഇവിടെ വന്ന് തട്ടിക്കൂട്ടി സിനിമ എടുത്ത് പെട്ടിയിലാക്കാൻ ഇല്ല. ഇപ്പോൾ ഫിലിമല്ലല്ലോ, അതുകൊണ്ട് ഫോണിലാക്കിക്കൊണ്ട് പോകാമെന്നുള്ളതല്ലാതെ ഈ പടങ്ങളൊന്നും ₹1 കളക്ട് ചെയ്യില്ല. OTTയിലും വരില്ല, CD ഇറങ്ങില്ല. ഞാൻ ഭീമാപള്ളിയിൽ വിദേശ CDകളൊക്കെ വാങ്ങാൻ പോകാറുണ്ട്. ഒരു പൈറസി ഞാൻ വാങ്ങിക്കില്ല. ഇവിടുത്തെ മലയാളത്തിലെ ഇന്ത്യൻ സിനിമയിലെ ഒരു പൈറസി ഞാൻ വാങ്ങാറില്ല. അവിടെ പോയി ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്ത് ഓഡിയോ CD എല്ലാം കിട്ടും. അപ്പോൾ അവിടെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, സാറ് ഒരു പടത്തിൻ്റെ CD ഞങ്ങൾക്ക് ഇറക്കണമെങ്കിൽ ഏതാണ്ട് 40,000 രൂപയോളം ചിലവുണ്ട്. കാരണം അതിൻ്റെ കവറ്, അതിൻ്റെ പഞ്ചിങ് എല്ലാം കൂടെ ചേർത്ത്. സാറ് 40,000 പേര് 4,000 പോലും കിട്ടാത്തതുകൊണ്ടാണ് ഈ സിനിമകളൊന്നും ഞാൻ ഇറക്കാത്തത് എന്ന് അയാൾ പറയുമ്പോൾ, ഇവിടുത്തെ വലിയ ചില നടന്മാരുടെ 5 or 6 പടം CD പോലും ഇറങ്ങിയിട്ടില്ല. കാരണം 10 പൈസ വിക്കിയില്ല എന്നുള്ളതുകൊണ്ട് ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമയ്ക്കൊരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ കണിച്ചോളനി ഷൂട്ട് ചെയ്ത പോലുള്ള ചില പിമ്പുകൾ വന്ന് ഒരു കുറച്ച് ലക്ഷങ്ങൾ മുടക്കി 10-20 പിള്ളേരെ ഉപയോഗിച്ചിട്ട് അങ്ങ് പോകുന്നുള്ളതല്ലാതെ ആ 20 ലക്ഷവും അവൻ്റെ പോകും. ഞാൻ ചോദിക്കുന്നത്, പെണ്ണുങ്ങളെ ഉപയോഗിച്ചാൽ മതിയെങ്കിൽ, അല്ലെങ്കിൽ സിനിമാക്കാരായ പെണ്ണുങ്ങളെ ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൊണ്ട് തമിഴ്നാട്ടിൽ പോയാൽ പോരെ. മദ്രാസിൽ ചെന്നിട്ട് ഒരു ബ്രോക്കറെ വിളിച്ചിട്ട് പറഞ്ഞാൽ പോരെ എനിക്ക് ഇന്ന ആളുകളെ താല്പര്യമുണ്ട്, അവരുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് ആ റേറ്റ് കൊടുത്താൽ പോരെ. എന്തിനാണ് ഈ 2 കോടിയും 3 കോടിയും കൊണ്ട് കളയണേന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഒരു 10 ലക്ഷം രൂപ എനിക്കിത് മാത്രമേ ലക്ഷ്യമുള്ളെങ്കിൽ, സിനിമ എടുക്കണ്ടായെങ്കിൽ എന്തിനാണ് ഈ കോടികൾ കൊണ്ട് പൊളിച്ച് കളയുന്നതെന്ന് ആലോചിക്കുന്നത്. കാരണം ഒരു ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ഇപ്പോൾ മിനിമം ഒരു 70 പേരുണ്ട്. 70 പേരൊക്കെ ഉള്ളൊരു ഈ കണിച്ചോളങ്ങളിലൊന്നും കാണില്ല. കാരണം ബ്ലൂ ഫിലിം എടുക്കാൻ 70 രൂപ വേണ്ടല്ലോ. എങ്കിൽ പോലും ഒരു സാധാരണ സിനിമ എടുക്കണമെങ്കിൽ 70 പേര് വേണം. 70 പേരുടെ താമസം, ഭക്ഷണം, യാത്ര എല്ലാം കൂടെ ഒരു ദിവസം ഏതാണ്ട് 5 ലക്ഷം രൂപയോളം ചിലവുണ്ട്. അപ്പോൾ ഒരു 10 ദിവസം ഷൂട്ട് ചെയ്താൽ തന്നെ 50 ലക്ഷം രൂപ അതിന് മാത്രം ചിലവാകും. പിന്നെ ക്യാമറ, ലൈറ്റ്, കുന്തം, കുടച്ചക്രം, ബാറ്റ, ശമ്പളം എല്ലാം കൂടെ നമുക്ക് കോടികളാവും. എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കണം? ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്തിനിങ്ങനെ നശിപ്പിക്കും? നമ്മളെ സംസ്കാരത്തിൽ നിന്ന് നശിപ്പിക്കുന്നു, നമ്മളെ നാടിനെ നശിപ്പിക്കുന്നു. ഇത് അമേരിക്ക കൊണ്ടുവന്ന് ഈ 10-15 പിള്ളേരെ ഷൂട്ട് ചെയ്തവൻ അമേരിക്ക കൊണ്ടുവന്ന് ഈ മാമൻ അവിടെ കൊണ്ട് കാണിക്കുമ്പോൾ മലയാളി ഇങ്ങനെ ആയിപ്പോയെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് സിനിമയ്ക്കൊന്നും സംഭവിക്കില്ല. ഇതുപോലെ താൽക്കാലിക പ്രതിഭാസമായിട്ട് കുറച്ച് ഈ ഞാൻ പടങ്ങളെടുക്കും, അത്രയേ ഉള്ളൂ.